ദിവസം വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായി ഉണ്ടായ നിസ്സാരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നാട്ടകം കോളേജിൽ പൊളിറ്റിക്സിന് പഠിക്കുന്ന വൈഷ്ണവി എന്ന കുട്ടി SFIയുടെ ജില്ലാ നേതാവ് കൂടിയാണ്. എന്നും വൈകുന്നേരം കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറിയാണ് വീട്ടിലേക്ക് വരുന്നത്. അന്നും പതിവ് പോലെ കോളേജിൽ നിന്ന് കോട്ടയം സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാനായിട്ട് വരികയും കുരുത്തോട്ട് എന്ന ബസ്സിൽ കയറുകയും ചെയ്തു. അങ്ങനെ കയറി കഴിഞ്ഞ് STക്ക് വേണ്ടി പൈസ എടുത്തു കൊടുത്തു. ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ നല്ല നിലയിൽ മദ്യപിച്ചിരുന്നു. ഈ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി. ST തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ഞാൻ എന്നും ഈ ബസ്സിലും അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോകുന്ന മറ്റ് ബസ്സുകളിലും കയറി ആണ് വരുന്നത്. ST കാർഡ് എൻ്റെ കയ്യിലുണ്ട്, കഴുത്തേൽ ബാഡ്ജുണ്ട്. കാർഡ് എടുത്ത് കാണിച്ചു. വളരെ അപമര്യാദയായി ആ കുട്ടിയോട് പറഞ്ഞാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ആ കണ്ടക്ടർ അപ്പോൾ പ്രതികരിച്ചത്. അങ്ങനെ പ്രതികരിച്ചപ്പം കുട്ടി പറഞ്ഞു, എന്നോടതൊന്നും പറയണ്ട, എനിക്കതിനുള്ള അവകാശമുണ്ട്, ഞാൻ വലിഞ്ഞു കയറി ബസ്സിൽ വരുന്നല്ല എന്ന് ഈ കുട്ടി പറയുകയും ചെയ്തു. കോട്ടയം മുതൽ പാലാ വരെ ഈ തരത്തിൽ ആ കുട്ടിയുടെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്ന സമീപനമായിരുന്നു ഈ കണ്ടക്ടർ എടുത്തത്. പ്രായമായ 6-7 കാർന്നോത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ സഖികെട്ടവർ പറഞ്ഞു, ഈ കുട്ടിയോട് ഇങ്ങനെ പറയുന്നത് ന്യായമല്ല, കൺസെഷൻ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ അടക്കം തീരുമാനമുണ്ട്, അതിൻ്റെ കാർഡുമുണ്ട്, നിങ്ങളിത് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പം അതെൻ്റെ സൗകര്യമാണ് എന്ന് പറഞ്ഞ് അവരോട് തട്ടിക്കയറി അണിയിതു. മുത്തോലിൽ ഈ കുട്ടി ബസ്സായപ്പം കുട്ടിയുടെ സഹോദരൻ SFIയുടെ പ്രവർത്തകനാണ്, വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ ബസ്സിൽ ഇങ്ങനെ ഈ കണ്ടക്ടർ ഇങ്ങനെ പെരുമാറുകയാണ്. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആ കുട്ടി പല ആഫീസിലുണ്ടായിരുന്നു കൊട്ടാരമറ്റത്ത്. ആ കുട്ടിയും SFIയുടെ ഏരിയ സെക്രട്ടറിയും മറ്റൊരു കുട്ടിയും 3 പേര് നേരെ സ്റ്റാൻഡിലോട്ട് ചെന്നു. ഈ ബസ് കൊണ്ട് അവിടെ നിർത്തി. അപ്പം ചവിട്ടുപടി വാതിലിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ആ കുട്ടി നിന്നിട്ട് ഇവർ 3 പേരും നിന്നിട്ട് പറഞ്ഞു, വൈഷ്ണവിയും ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇത് ശരിയല്ല, ഇത് 3ാമത്തെ തവണയാണ് ഇങ്ങനെയുള്ള സമീപനം വിദ്യാർത്ഥികളോട് കാണിക്കുന്നത്, നിങ്ങൾ കുറേ കൂടെ മനുഷ്യത്വപരമായി പെരുമാറണം. അപ്പം നീ ആരാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ SFIയുടെ ഏരിയ സെക്രട്ടറിയാണ് എന്ന സഖാവ് പറഞ്ഞു. എന്നാൽ കാണിച്ചു തരാമെന്ന സ്റ്റെപ്പേന്ന് ഒരു സ്റ്റെപ്പ് കൂടെ താവട്ട് ഇറങ്ങിയിട്ട് ഒറ്റ തൊഴിയാണ്. നെഞ്ചിന് തൊഴിയേറ്റ കുട്ടി മലന്നടിച്ച് ടാറിൽ വീണു. എന്നിട്ട് ഈ കണ്ടക്ടർ ഇറങ്ങി അപ്പുറത്ത് ഡ്രൈവറും ബസ്സിലുണ്ടായിരുന്ന ഒരു 10-15 മറ്റു ബസ്സിലുള്ള ആളുകളും കൂടെ വന്ന് അവിടെ ഇത് തിരക്കാൻ പോയ 3 വിദ്യാർത്ഥികളെയും ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. ചവിട്ടി നിലത്തിട്ട് ചവിട്ടാണ് പോയിട്ട് വെച്ചു, ചവിട്ടിക്കുകയായിരുന്നു, മർദ്ദനമായിരുന്നു. ഈ മർദ്ദനം കണ്ട് സഹോദരനെ അടക്കം SFIയുടെ നേതാവിനെ അടക്കം ആരോഗ്യ മർദ്ദിക്കുന്നത് കണ്ട് ഈ കുട്ടി ഇറങ്ങി വന്ന് 2 പേരുടെ കൈക്ക് പിടിച്ചു. ഇവർ ഈ കുട്ടി അടിച്ചില്ല, പക്ഷേ തള്ളിത്തെറിപ്പിച്ച് താഴെ ഇട്ടു. അപ്പം ജനം ബസ് സ്റ്റാൻഡിലുള്ള കൂടുകയും വലിയ കരച്ചിലും കേട്ട് തൊട്ട് റോഡിനപ്പുറത്ത് റിലയൻസിൻ്റെ അവിടെ ചുമടിറക്കിക്കൊണ്ടിരുന്ന 2 CA2 തൊഴിലാളികൾ നീല യൂണിഫോമാണ് അവരിട്ട് ഓടി വന്നപ്പം 3 വിദ്യാർത്ഥികൾ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്, ഇവരടിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടി കരഞ്ഞുകൊണ്ട് അപ്പുറത്ത് മാറി ആരോഗ്യം തൊട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ചെന്ന് ഇവരെ തടസ്സം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവരങ്ങ് മാറി. എന്നിട്ടും ഈ കണ്ടക്ടർ മാറാൻ തയ്യാറായില്ല. അവസാനം വീണ്ടും 2-3 പേരൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടക്ടർ ചെറുതായിട്ട് ആരോഗ്യം മാറിയത്. കണ്ടക്ടറെ അന്നേരെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ കുട്ടികളെയും ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു. വൈഷ്ണവിക്കും
കൈക്ക് ആ രൂപത്തിൽ പിടിച്ചതിനകത്ത് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റ് 3 കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ശരീരം ഇടിച്ച് ഞുറുക്കുക ചെയ്ത് 3 പേരെ ഇപ്പം തിരുമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിടക്കാനും ഇരിക്കാനും മേലാത്ത അവസ്ഥയാണ്. ഇതാണ് ഉണ്ടായത്. ഇതുണ്ടായിട്ടും ഞങ്ങളാരും ഒരു ബസ്സുകാരനെയോ ഒരു ജീവനക്കാരനെയോ പിടിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പാലായിൽ ബസ്സിൻ്റെ രംഗത്ത് CA2 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ. നാമമാത്രമായ BMSഉം പിന്നെ KTUC ഉണ്ട്, INTUC ഉണ്ട്. എന്നാലൊരു പ്രത്യേകത, ഇവിടെ ഒരു യൂണിയനുമില്ലാത്ത ലൈസൻസോ, അത് കണ്ടക്ടറുടെ ലൈസൻസ് ആണെങ്കിലും ഡ്രൈവർമാരുടെ ലൈസൻസ് ആണെങ്കിലും ഒന്നുമില്ലാത്ത ഗുണ്ടകളായ സാമൂഹ്യ വിരുദ്ധന്മാരായ ആളുകൾ 50% ഈ ബസ്സുകളിലുണ്ട്. അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. പാവപ്പെട്ട പ്രത്യേകിച്ച് പെൺകുട്ടികളെ വേട്ടയാടുക എന്നുള്ളതാണ്. കുട്ടികളെ മാത്രമല്ല അമ്മമാരെയും യാത്രക്കാരായ ആളുകളെ വേട്ടയാടുന്ന സമീപനമാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സജേഷ് പറയും. വേറൊരു ദിവസം കൂടെ ഈ അടുത്ത ദിവസം തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് പിന്നെ പിറ്റേ ദിവസം ഈ ബസ്സിൻ്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട് CA2-ൻ്റെ നേതാവും CPM-ൻ്റെ നേതാവ് ജില്ലാ സെക്രട്ടറി അടക്കം വന്ന് ചർച്ച ചെയ്ത് ഈ തൊഴിലാളി കാണിച്ചത് നെറുകേടാണ് എന്ന് ആ ഉടമയോട് പറഞ്ഞ് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ് SFIയുടെ നേതൃത്വത്തിൽ ഒരു 250 കുട്ടികളും ഒരു 10-35 DYFIയുടെ പ്രവർത്തകരും എല്ലാം പങ്കെടുത്തൊരു പ്രകടനം വന്ന് സെൻറ് തോമസ് കോളേജിൻ്റെ അവിടെ നിന്ന് വന്ന് ബസ് സ്റ്റാൻഡിൽ കയറി ബസ് സ്റ്റാൻഡിൽ അധ്യക്ഷ പ്രസംഗവും സ്വാഗതവും കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുരുത്തോട്ടുകാരുടെ ഒരു വണ്ടി കൃത്യം അതിൻ്റെ വേണ്ടി കൊണ്ടു നിർത്തുന്നു. അപ്പോൾ കുരുത്തോട്ടെ വണ്ടി എന്ന് ആരോ പറഞ്ഞു, ഈ പിള്ളേരെല്ലാം ഓടി. അപ്പോൾ ആ മൈക്കിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞു, ഒരാളും അങ്ങോട്ട് ഓടണ്ട, തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പാർട്ടി നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു കണ്ടക്ടർക്ക് വണ്ടിയെ കയറി ഒരു കണ്ടക്ടറുടെ കഴുത്തിനാരൂപത്തിൽ ഒരു വിദ്യാർത്ഥി പിടിച്ചു എന്നുള്ളതല്ലാതെ ഒരു മർദ്ദനവും അവിടെ ആരൂപതി കാര്യമായി നടന്നില്ല. അവിടെ CA2-കാർ ആ വണ്ടിയുടെ ഭാഗത്തേക്ക് പോയ ആളുകളെ മുഴുവൻ പിടിച്ചു മാറ്റി ആരൂപത്തിൽ വിടുന്ന ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോയിലെല്ലാം വ്യക്തമായിട്ട് കാണാം. ഈ സന്ദർഭത്തിലാണ് ഈരാറ്റുപേട്ട യാതൊരു നിക്കക്കിള്ളിയില്ലാത്ത ഷോൺ ജോർജ് എന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി അതിൻ്റെ അംഗീകാരമെന്ന നിലയിൽ BJPയിലേക്ക് കടന്നു കയറിയ ഷോൺ ജോർജ് അവിടെ വരുന്നു. അവിടെ വന്ന് ഈ തൊഴിലാളികളെയെല്ലാം പിറ്റേ ദിവസം ആരൂപത്തിൽ കാണുന്നു. കണ്ടിട്ട് ഇത് ഭീകരാക്രമണമാണ് എന്നുള്ള വാദം ഉന്നയിക്കുന്നു. BJPയുടെ സമുന്നതനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അപ്പം തന്നെ സന്ദർശിക്കാൻ അവിടെ വരുന്നു. കാരണം അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനോ മകളോ മകളാകാനുള്ള പ്രായം പോലുമില്ലാത്ത ഈ പിഞ്ചു കുരുന്ന് 10-20 വയസ്സ് താഴെയുള്ള ഈ പെൺകുട്ടിയെ ഭീകരമായ ഈ ആക്രമണം നടത്തിയ സാമൂഹ്യ വിരുദ്ധന്മാരും ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് BJP വളർത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നലെ പത്രസമ്മേളനം നടത്തിയതിൻ്റെ ചരിത്രം സജോഷ് ആരോഗ്യ പറയും. ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ കൊടുക്കണം, കാരണം ജനങ്ങൾ അറിയണം. എന്നിട്ട് ഇപ്പം CA2 പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും ഒക്കെ തകർക്കാമെന്ന് ചില വൻകിട ബസ് ഉടമകളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തകർക്കാമെന്നുള്ള വ്യാപകമാണെങ്കിൽ അത്തരം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പ്രസ്ഥാനമാണ് മഹത്തായ തൊഴിലാളി വർഗ പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷോണിൻ്റെ ഇത്തരത്തിലുള്ള നെറുകെട്ട സമീപനം അത് പാലായിൽ അല്ലെങ്കിൽ ഈ ജില്ലയിൽ അത് ഇറക്കേണ്ട, അതൊക്കെ അതിൻ്റെയൊക്കെ കാലം പോയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെയും അമ്മമാരെയും വേട്ടയാടുന്ന ഒരു യൂണിയനിലും പെടാത്ത കാപാലികന്മാരായ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന BJPയുടെ സമീപനത്തിനെതിരായിട്ടുള്ള വമ്പിച്ച ജനകീയ പ്രക്ഷോഭണം ഞങ്ങൾ ആരംഭിക്കുകയാണ്. 13-ാം തീയതി
KSRTCയുടെ അവിടെ നിന്ന് ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന മാർച്ചും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊട്ടാരമറ്റ സ്റ്റാൻഡിൽ പൊതുയോഗവും ഞങ്ങൾ നടത്തുകയാണ്. ഇത്തരം വെല്ലുവിളികളൊന്നും ഇപ്പോൾ 2 ദിവസമായി വണ്ടി ഓടുന്നില്ല. സ്വാഭാവികമായി ആയിരക്കണക്കിന് 10,000കണക്കിന് യാത്രക്കാരും കുട്ടികളും വരയുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വണ്ടി ഓടിക്കാനും ഇനി ഓടാത്ത വണ്ടികൾ കണ്ടുകെട്ടാനടക്കമുള്ള അധികാരം കലക്ടർക്കുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്.